വീണ്ടും ഒരു കർക്കിടക മാസം വന്നില്ലേ. കർക്കിടക മാസമാണ്. നമ്മുടെ ആരോഗ്യം നോക്കാൻ വേറെ ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, പനിയും ചുമയും ഒക്കെയാണ്. കാരണം സൗണ്ടിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ വൈറൽ ഫീവർ. ഇവിടെയും വന്നുട്ടോ. ഇവിടെ ഉമ്മാക്കും എനിക്കും മോനക്കൊക്കെ പനിയാണ്. അപ്പോൾ അതാണ് സൗണ്ടിലൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യം നമ്മളല്ലാതെ വേറെ ആരാ നോക്കുക അല്ലേ. അപ്പോൾ കർക്കിടക മാസമാണ്. അപ്പോൾ ഞങ്ങളിവിടെ 7 ദിവസം ഉലുവ പിഴിഞ്ഞിട്ടും 7 ദിവസം മരുന്ന് കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവ പിഴിഞ്ഞതിൻ്റെ വീഡിയോ ആണെന്നുള്ളത്. അപ്പോൾ ഉലുവ പിഴിഞ്ഞത് ഒരെണ്ണല്ല കേട്ടോ, 2 തരത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ 2 തരം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഉലുവ പിഴിഞ്ഞത് കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണ്, സൗന്ദര്യം വരും, എല്ലാറ്റിനും നല്ലതാണല്ലോ. അതുപോലെ ഷുഗർ ഉള്ളവർക്ക് പോലും ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. അവർ കുറച്ച് തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ഒന്ന് കുറച്ചാൽ അതും അവർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ ഞാനിത് രാത്രി ആകുമ്പോഴാണ് കേട്ടോ വെള്ളത്തിലിട്ടത്. അപ്പോൾ ഇത്ര ഉലുവാണ് എടുത്തേക്കണത്. ഇത്ര ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ വീഡിയോക്ക് കാണിക്കണം, കാരണം കുറച്ച് അധികം എടുത്തതാണ്. ഇത്ര ഒന്നും വേണ്ട, നമുക്ക് 1-2 ടീസ്പൂൺ മാത്രം മതി. അതുകൊണ്ട് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് കുറച്ച് ഉലുവ കൂടുതലായിരുന്നു. പിന്നെ വീഡിയോ ഒക്കെ എടുക്കല്ലേ, അപ്പോൾ കുറച്ചധികം കാണിക്കാണല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ചധികം എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 2 ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത്ര അധികം ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. 2-3 പ്രാവശ്യം കഴുകിയതിൻ്റെ ശേഷം നമുക്ക് അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് കഴുകി കൊടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരം വെളുക്കണ വരെ അവിടെ ഇരുന്ന് കുതിർന്നോട്ടെ. നമുക്ക് പോയി കിടന്ന് ഉറങ്ങി രാവിലെ എടുത്തിട്ടുണ്ടാക്കുക. അത് വെറും വയറ്റിലാണ് കുടിക്കുക. അപ്പോൾ ഞാൻ രാവിലെ എടുത്ത് നോക്കി നോക്കിയപ്പോൾ എല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മളിനി ഈ വെള്ളം കളയില്ല കേട്ടോ. ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മളത് വേവിച്ചെടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ മുന്നേ വെള്ളത്തിലിടുന്ന സമയത്ത് അത് കഴുകിയെടുക്കണം എന്ന് പറയുന്നത്. ചില ഉലുവയിൽ കല്ലൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കഴുകണ സമയത്ത് നമുക്കതങ്ങനെ അരിച്ച് കഴുകുമ്പോൾ അതൊക്കെ പോവും. അപ്പോൾ ഞാൻ കുക്കറിലാണ് അത് വിസിലടിച്ചെടുക്കുന്നത്. കുക്കറിലാകുമ്പോൾ വേഗം വെന്ത് വരുമല്ലോ. അപ്പോൾ അത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട്. ഇത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഉമ്മ അടുപ്പിലാട്ടം ഉണ്ടാക്കിയൊക്കെ. രാത്രി ആകുമ്പോൾ അതിങ്ങനെ പുഴുങ്ങാനായിട്ട് വേവിക്കാനായിട്ട് വെക്കും. രാവിലെ എടുത്തിട്ട് പിടിയായി ചെയ്യുക. നമുക്കൊക്കെ പിന്നെ കുക്കറിൽ ഇപ്പോൾ വേവിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞങ്ങൾ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് അതുപോലെ കർക്കിടക മാസത്തിലൊക്കെയാണ് ഈ ഉലുവ പിഴിഞ്ഞത്. അതുപോലെ വലിയ കുട്ടികളാവില്ലേ, പെൺകുട്ടികളൊക്കെ വലിയ കുട്ടികളാവില്ല, ആ ഒരു സമയത്തൊക്കെയാണ് ഇത് കൊടുക്കാറുള്ളത്. നല്ലതാണ് കേട്ടോ, കഴിക്കാനും നല്ല രസമാണ്. കയ്പും മധുരം എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ അതിലേക്ക് 3 അച്ച് ശർക്കരയാണ് എടുക്കുന്നത്. ശർക്കര നമ്മൾ നന്നായി കഴുകിയെടുക്കണം കേട്ടോ. അതിലും കച്ചറുണ്ട്. എനിക്ക് കിട്ടിയ പ്രാവശ്യത്തെ ശർക്കര നല്ല കച്ചറുള്ളതായിരുന്നു. അത് കഴുകിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതിനി നമുക്കൊന്ന് പാനിയാക്കിയിട്ട് എടുക്കണം. നല്ല കട്ടിയിലുള്ള പാനിയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ലൂസാക്കിയിട്ട് എടുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ കട്ടിയായാലും കുഴപ്പമില്ല. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ആ ശർക്കര തേങ്ങ നാളികേരം വേണം. അപ്പോൾ അരമുറി നാളികേരമാണ് ഞാൻ എടുക്കണം. നമുക്ക് ഷുഗർ ഉള്ളതല്ലേ, അപ്പോൾ കുഴപ്പമില്ലാത്തവരൊക്കെ ആണെങ്കിൽ എടുത്തോളൂ കേട്ടോ. നാളികേരപ്പാൽ എത്ര കൂട്ടുന്നു അത്രയും ടേസ്റ്റ് കൂടും. പിന്നെ ഇപ്പോൾ നാളികേരത്തിനൊക്കെ വില കൂടുതലല്ലേ, നമ്മുടെ പറമ്പിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അത് കയറി ഞാൻ അരമുറിയാണ് എടുത്തേക്കണത്. അപ്പോൾ അത് ചിരകി എടുക്കണുണ്ട്. ഇത് ശരിക്കും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് തണ്ടൽ വേദനക്കായാലും അതുപോലെ മുടിക്കൊഴിച്ചിലൊക്കെ കൊടുക്കും. ഉലുവയല്ലേ, ഇത് കഴിച്ച് ഒരു 7 ദിവസമൊക്കെ കഴിഞ്ഞ് നമ്മുടെ മുഖത്തിനൊക്കെ നല്ല ഗ്ലോ വരും കേട്ടോ. അത് കഴിച്ചവർക്ക് അറിയുള്ളൂ. നമുക്കൊരു 7 ദിവസമൊക്കെ ഇത് കഴിച്ച്, അതുപോലെ വലിയ കുട്ടികളായി എന്ന് പറയുമല്ലോ, ആ സമയത്തൊക്കെ കഴിച്ചാൽ കുട്ടികളൊക്കെ എണീറ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ്. പിന്നെ ഇതിൽ ഉള്ള ദോഷം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വിയർപ്പിനടക്കം ഉലുവയുടെ മണം ഉണ്ടാവും. ഇതൊക്കെ നമ്മളായിട്ട് കണ്ടുപിടിച്ചതല്ല, പണ്ടുള്ളവരെ കഴിക്കണതാണ്. എൻ്റെ തറവാട്ടിലൊക്കെ വലിയമ്മൊക്കെ വലിയപ്പൊക്കെ ഉള്ള സമയത്ത് ഉലുവ പിഴിഞ്ഞിട്ടൊക്കെ കർക്കിടക മാസത്തിൽ കഴിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ പഠിച്ചിട്ടാണ് എൻ്റെ ഉമ്മയും ഇപ്പോൾ കർക്കിടക മാസം ആയാലും ഇതങ്ങനെ കഴിക്കണം. നമ്മുടെ ആരോഗ്യം നോക്കാൻ വേറെ പുറത്തുനിന്ന് ഒരാളും വരില്ല, നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളും കുറച്ച് സമയങ്ങൾ മാറ്റി വെക്കണം. അപ്പം ഞങ്ങൾ ഈ ഒരു മാസം എന്തായാലും ആരോഗ്യം നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ലൂസിൽ തന്നെ ആക്കി എടുത്തേക്കുന്നത്. ശർക്കരയിൽ നല്ല കച്ചറ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അരിച്ചെടുത്തിട്ട് ശർക്കര പാനി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരപ്പാലെടുക്കാം. അപ്പോൾ നാളികേരപ്പാലെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് പാല് നല്ല കട്ടിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കണമെങ്കിൽ നല്ലതാണ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ല കട്ടിപ്പാൽ കിട്ടും. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്, അതവിടെ മാറ്റി വെച്ചു. അപ്പോഴും നമ്മുടെ ഉലുവായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കുക്കറിൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതിനെപ്പോഴും പിടിയെടുക്കണം വിചാരിക്കും, അതിടില്ല. പുതിയതുണ്ട് എടുക്കാനൊരു മടിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ. എന്തെങ്കിലും പുതിയതുണ്ടെങ്കിൽ അങ്ങോട്ട് എടുക്കാനൊരു ചെറിയൊരു മടിയാണ്. അപ്പോൾ ഉലുവൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നോക്കി നമുക്കത് കൈ വെച്ചിട്ട് നമ്മൾ ചോറൊക്കെ വെന്തോ നോക്കില്ല, അതുപോലെ നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ ഒരു 3-3.5 വിസിൽ 3 വിസിൽ കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം കൂടി വെച്ചിട്ടാണ് ഞാൻ ഓഫ് ചെയ്തത്. അപ്പോൾ തന്നെ കണ്ടില്ല, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടാറണം. അപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെറിയ ഒരു ഉരുളിയിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ചൂടാറി വരട്ടെ. നമുക്കിത് രാവിലെ തന്നെ വെറും വയറ്റിൽ കഴിക്കണമല്ലോ, അപ്പോൾ പിന്നെ പെട്ടെന്ന് ചൂടാറി വരണം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ എന്തോ ഒന്ന് വന്നിട്ടുണ്ടല്ലോ ഹൈപ്പ്, അപ്പോൾ അതും കൂടി ചെയ്യാൻ അറിയണവരാണെങ്കിൽ ഒന്നും കൂടി ചെയ്തിട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഉലുവൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരപ്പാൽ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നാളികേരപ്പാൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത്ര നാളികേരം മതി കേട്ടോ, കൂടുതൽ വേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നാളികേരപ്പാലൊക്കെ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുത്തോളൂ. അരമുറിയൊക്കെ ധാരാളമാണ്. അപ്പോൾ അത് കൈ വെച്ചിട്ട് നന്നായി പിഴിഞ്ഞു കൊടുക്കുക. കണ്ടില്ലേ, നല്ല കട്ടി പാല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളത് ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഇത്രയും നല്ല കട്ടി പാല് കിട്ടിയേക്കുന്നത്. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉലുവ പിഴിഞ്ഞ് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റിൽ പറയണേ. ഞങ്ങളവിടെ ഇതിന് ഉലുവ പിഴിയാന്ന് പറയാം. നിങ്ങളവിടെ എന്താ പേര് പറയാമെന്നെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ എൻ്റെ പോലെ ചെറിയൊരു അബദ്ധം ചെയ്യേണ്ട. പനിയും ചുമക്കുള്ള സമയത്ത് ഞാൻ അത് പിഴിഞ്ഞു കുടിച്ചു. കുറച്ച് കഴിയുമ്പോഴത്തേനും ചുമ കൂടി. അപ്പോൾ അത് കാരണം പനിയും ചുമയും ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുടിക്കേണ്ട. അത് മാറിയിട്ട് ഉലുവ പിഴിഞ്ഞ് കുടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാ ഉലുവ കൈ കൊണ്ട് നന്നായി പിഴിഞ്ഞ് 2 തരത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ അതിൻ്റെ പിണ്ടി നമ്മൾ കളയണില്ല കേട്ടോ. അപ്പോൾ അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ പിണ്ടി ഇതാ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 തരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യമൊക്കെ ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നത്. കൈ വെച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതിൻ്റെ ഈ ചണ്ടി കളയാട്ടോ ചെയ്തിരുന്നത്. അന്ന് ഇതൊന്നും കഴിച്ചിരുന്നില്ല. അപ്പോൾ അതാ കൈ വെച്ചിട്ട് ഇങ്ങനെ പിഴിയും. എന്നിട്ട് ഇതാ അത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ കൈ വെച്ചിട്ട് നന്നായി ഞെരടിയിട്ടാണ് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതിൻ്റെ സത്ത് മുഴുവൻ ഇതിലേക്ക് വരണം. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ അതാ നമ്മൾ കുറച്ചാണ് ഇതിൽ നിന്ന് എടുക്കണമല്ലോ. അപ്പോൾ അത് ഞാൻ എന്താ കപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 2 തരം ഉണ്ടാക്കിയെടുക്കണ കാരണമാണ്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് 2 തരം നിങ്ങൾക്ക് കാണിച്ച് തരണമല്ലോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ കുറച്ച് ഉലുവ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ കുറേ ഉണ്ട്. അപ്പോൾ അത്ര ഒന്നും എടുക്കണ്ട കേട്ടോ, കുറച്ച് എടുത്താൽ മതി. ഞാൻ വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 1/2 കപ്പ് ഉലുവ പിഴിഞ്ഞത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കണം. നമുക്ക് ആവശ്യത്തിന് എത്ര വേണോ അത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 3/4 കപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ശർക്കരയും കൂടി ഒഴിച്ച് കൊടുക്കുക. നമുക്ക് മധുരം എത്ര വേണം അതിനനുസരിച്ചിട്ട് ശർക്കരയും കൊടുക്കുക. അപ്പോൾ എനിക്ക് മധുരം കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ശർക്കര ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ ഉലുവ പിഴിഞ്ഞത് റെഡി ആയിട്ടുണ്ട്. എന്നാൽ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഉലുവ പിഴിഞ്ഞത് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതാണ് ആ കയ്പും മധുരമൊക്കെ കൂടിയിട്ട് കഴിക്കാനൊരു രസം. എന്നാൽ എല്ലാ ഉലുവയുടെ ഗുണങ്ങളും നമുക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇത് 2ാമത് ചെയ്യണ പോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഉലുവയുടെ ഒരു സാധനം പോവില്ല. അപ്പോൾ നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെച്ചില്ലേ, അപ്പോൾ ബാക്കി നമ്മൾ പിഴിഞ്ഞ വെള്ളം കൂടി അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കളയണ്ട കേട്ടോ, എല്ലാം അതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇനി ശർക്കരയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് മധുരം എത്ര വേണോ. അപ്പോൾ ഞാൻ 3 അച്ച് ശർക്കരയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ശർക്കരയുടെ ബാക്കിയും കൂടി അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒരു 2 കറക്കില്ല കേട്ടോ, അപ്പോഴത്തേനും അത് അടിഞ്ഞ് വരും. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. നോക്കി കണ്ടില്ല, നല്ല കട്ടിയിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഇത് ഇരിക്കും തോറും കട്ടി കൂടും, മറ്റത് കട്ടി കൂടില്ല. മറ്റേ ഉലുവ പിഴിഞ്ഞത് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം എത്രയാണോ അതുപോലെ ആക്കിയിട്ടാണ് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ കുറേ കഴിഞ്ഞ് കുടിക്കുമ്പോൾ അതേ കട്ടിക്ക് തന്നെ ഉണ്ടാവുള്ളൂ. ഇത് അങ്ങനെയല്ല, ഇത് നമ്മൾ എത്ര ലൂസാക്കിയാലും കുറച്ച് കഴിയുമ്പോഴത്തേനും കട്ടിയാവും. അപ്പോൾ ഇത് നമ്മൾ അടിച്ചെടുത്തത് ആ തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നല്ല കട്ടിയിലാവും. പിന്നെ കുടിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടാവും. ഇനി ചിലവർക്ക് ഇങ്ങനെ കോരി കുടിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ എനിക്കതിനെ കോരി കുടിക്കാനൊന്നും ഇഷ്ടമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഫസ്റ്റത്തെ അതാണ്. അത് ആ ഉലുവയുടെ കയ്പും മധുരമൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ, നല്ലതാണ്. നമ്മുടെ ആരോഗ്യം നമുക്ക് തന്നെ നോക്കണ്ടേ. അപ്പോൾ എന്തായാലും ഉലുവ പിഴിഞ്ഞ് കുടിക്കാത്തവരൊക്കെ ഇതുപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നോക്ക്. നല്ല ടേസ്റ്റുമാണ്. ഉലുവയുടെ കയ്പൊന്നും അങ്ങനെ വലിയതായിട്ടില്ല, നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഞാൻ പറഞ്ഞില്ലേ, അത് കട്ടിയാവും. നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുള്ള അപ്പോഴത്തേനും ഇതിനകത്ത് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ ഒരുവിധം കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലൂസാക്കണമെങ്കിൽ നാളികേരപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ മരുന്നുകളൊക്കെ നമ്മൾ വെറും വയറ്റിൽ തന്നെ കുടിക്കണമല്ലോ. അപ്പോൾ ഞങ്ങളിത് വെറും വയറ്റിൽ തന്നെ കേട്ടോ കുടിക്കാറുള്ളത്. അപ്പോൾ അതാ ഇത് ഇനി കൂടുതൽ കട്ടി ലൂസാക്കണ്ട കേട്ടോ. നമ്മൾ കുടിക്കണ ആ ഒരു ടൈമിൽ വേണമെങ്കിൽ ഇനി കുറച്ച് നാളികേരപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കണമെങ്കിൽ ലൂസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇനി ഒന്നും ആക്കണില്ല, ഞങ്ങൾ കുടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതും മാക്കുള്ളതാണ് കേട്ടോ, എനിക്ക് മറ്റേത് മതി, എനിക്കതാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഉലുവ കടിക്കാൻ കിട്ടുന്നതും പിന്നെ ഒരു മധുരവും പിന്നെ നല്ല ലൂസാണ്. ഇതിൻ്റെ പോലെ അത് കട്ടിയില്ല. അപ്പോൾ അതാണ് കൂടുതൽ കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ നമ്മൾ ഉലുവൊക്കെ അരച്ചെടുക്കുകയാണ്, ഉലുവയുടെ ഒന്നും പോണില്ല. ഇതിൽ നമ്മൾ ഉലുവ പിഴിഞ്ഞതിൻ്റെ ചണ്ടി കളയുകയും ചെയ്യുക. അപ്പോൾ അതാണ് ഇത് രണ്ടും കൂടിയുള്ള വ്യത്യാസം. അപ്പോൾ ഇത് 7 ദിവസമാണ് കേട്ടോ ഇതിൻ്റെ കണക്ക്. 7 ദിവസമാണ് ഞങ്ങൾ ഉലുവ പിഴിഞ്ഞ് കുടിക്കുക. അത് കഴിഞ്ഞ് 7 ദിവസം മരുന്ന് കഞ്ഞി ഉണ്ടാക്കിയിട്ട് കുടിക്കും. അപ്പോൾ മരുന്ന് കഞ്ഞിയുടെ പൊടിയൊക്കെ ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുക ചെയ്യുക. എൻ്റെ ചെറുപ്പത്തിലൊക്കെ അമ്മായി ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരിക ചെയ്യുക കേട്ടോ. അമ്മായി എല്ലാ പൊടികളും പൊടിച്ച് വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും. അപ്പോഴൊന്നും ഞങ്ങൾക്ക് തരില്ല, കുട്ടികളല്ലേ കഴിക്കാൻ പാടില്ല പറഞ്ഞിട്ട്. ഇപ്പോൾ വലുതായപ്പോൾ കുട്ടികൾക്കായാലും അത് വേണ്ടാതെയായി ആ ഒരവസ്ഥയിലല്ലേ. ഇപ്പം അങ്ങനെ വലിയതായിട്ട് നമുക്ക് കഞ്ഞി കുടിക്കാനൊന്നും ഇഷ്ടമില്ല. അന്നൊക്കെ നല്ല ഇഷ്ടമായിരുന്നു മരുന്ന് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്താണെങ്കിൽ ആരും തരുമില്ല. ഈ ഒരു കർക്കിടക മാസം വെറുതെ കളയേണ്ട, നമ്മുടെ ആരോഗ്യം നമുക്ക് തന്നെ നോക്കാം. അപ്പോൾ എന്തായാലും ഉലുവ പിഴിഞ്ഞിട്ടും മരുന്ന് കഞ്ഞി ഉണ്ടാക്കിയിട്ടും അതുപോലെ മരുന്നുകളൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഈ കർക്കിടക മാസം അങ്ങോട്ട് നമ്മുടെ ആരോഗ്യത്തിനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഇനി എല്ലാവരും ആരോഗ്യമൊക്കെ നന്നായി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.